മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമായിരുന്ന കടമ്പറ്റത്തച്ഛനെ കുറിച്ച് അനേക കഥകളും അതിലേറെ മിഥ്യാധാരണകളും നിലവിലുണ്ട്. ചരിത്രത്തിലിടം നേടിയ കടമ്പറ്റത്ത് കത്തനാരുടെ ജീവിതത്തിലെ ചില നല്ല നിമിഷങ്ങൾ ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. വിശുദ്ധ ദൈവമാതാവിന്റെ ആത്മീയ ചൈതന്യം നിറഞ്ഞു കവിയുന്ന മുളന്തറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ 104ാമത് ഇടവക പെരുന്നാളിനോടനുബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സവിനയം അവതരിപ്പിക്കുന്ന പുതിയ നാടകം കടമ്പറ്റത്ത് കത്തനാർ. രചന, സംഭാഷണം, സംവിധാനം ഡോക്ടർ ജോമി ലിനോ. എന്താ കുട്ട അങ്ങനെ ചോദിച്ചത്? അച്ഛനുണ്ടല്ലോ താടിയും തൊപ്പിയുമൊക്കെ. എടാ മിടുക്ക. ആട്ടെ, എന്താ നിന്റെ കൂട്ടുകാരൻ കടമറ്റത്തച്ഛനെ പറ്റി പറഞ്ഞേ? അപ്പച്ചനൊന്ന് കേക്കട്ടെ. ഒരു മാജിക് അച്ഛനാന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് പറഞ്ഞു തരാമോ ആ അച്ഛന്റെ കഥ? പിന്നെന്താ, പറഞ്ഞു തരാമല്ലോ. അങ്ങ് 9ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലെ കുന്നത്ത് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു ക്രിസ്തീയ കുടുംബം ഉണ്ടായിരുന്നു. എലിക്കുട്ടി, കർത്താവ് നമുക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പക്ഷെ നമ്മൾ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും? 2 വയറ് നിറയാൻ തന്നെ നമ്മൾ പെടാപ്പാട് വിടുവോ? നമ്മുടെ ഈ കുഞ്ഞിനെ നമ്മൾ എങ്ങനെ വളർത്തും? കർത്താവ് പിന്നെ നമുക്കിവനൊരു പേരിടണ്ടേ? നമുക്കിവന് കർത്താവിന്റെ വെളിപാട് കിട്ടിയ അപ്പോസ്തലന്റെ പേര് വിളിച്ചാലോ? ശരിയാ, പൗലോസ്. പൗലോസേ, കൊച്ചു പൗലോസേ, ഇനി വാ ഉമ്മ. കഷ്ടപ്പാടിനിടയിലും കുഞ്ഞു പൗലോസ് മാതാപിതാക്കളുടെ സ്നേഹത്തിലും പ്രാർത്ഥനയിലും വളർന്നുകൊണ്ടേയിരുന്നു.
നല്ല ചൈതന്യമുള്ള മുഖം. അവൻ വല്ലാതെ അവശനാണല്ലോ. ഈ പ്രായത്തിൽ എന്താണ് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളത്? മോനെ, നീ കരയാതെ പറയൂ, എന്തു പറ്റി നിനക്ക്? കർത്താവ് എന്നെ തനിച്ചാക്കിയല്ലോ അച്ഛോ, എനിക്കിനി ആരുമില്ല. മോനെ, അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമല്ലേ? അത് ആർക്ക തടയാനാകുക? നീ ഇനി അനാഥനല്ല. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. അച്ഛാ, എനിക്ക് വിശക്കുന്നു. വാ, എന്താ നിന്റെ പേര്? പൗലോസ്. നീ വിഷമിക്കണ്ട, നിനക്കിവിടെ എന്റെ കൂടെ താമസിക്കാം. നീ എന്റെ മകനാണ്. ഇന്നു മുതൽ നിനക്ക് ഇനി ഒരു പ്രയാസവും ഉണ്ടാകില്ല. സന്തോഷമായോ? والبطوق تلين عيناي خاصو خوضاي واخطوهاي بهن الموض خوضاتي بطرايهن رحيم علاي മോനെ, നീ വൈദിക കർമ്മങ്ങളെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞു. നിനക്ക് ഞാൻ ഷമ്മാശപ്പട്ടം തരികയാണ്. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളൂ. من بيشوف أيام وبوتير يمين بطاقين على كل من يوم صدغايا شاينات نملك بينوكا وعبد صبر وفرقان لنفشوصو يتسرعي تغادي صدعو حاضرتinde പരിശുദ്ധ സഭയിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. സ്തുതി മഹിമാവൻ നദിയദിനം സഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സംഗതിയാ. നേരെ സന്ധ്യയായി. വല്ലിച്ച നമ്മളെ നോക്കിയിരിക്കുവായിരുന്നു. നമുക്ക് പോയാലോ? പൗലോസേ, നീ ആ വഴി പോ, ഞങ്ങൾ ഈ വഴി പോവാം. മോനെ, സൂക്ഷിക്കണേ. നേരെ നന്നേ ഇരുട്ടി. ഇന്നിനി നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് തിരിച്ചു പോയാലോ? അയ്യോ, എന്റെ കുഞ്ഞെവിടെ? പൗലോസേ, ക്ഷമാക്ക, പൗലോസേ.
ഇനിയിപ്പോ എങ്ങോട്ടാ പോകണ്ടേ? കുഴഞ്ഞിരിക്കുന്നു. ഇവിടെ മനുഷ്യരും ഉണ്ടെന്ന് തോന്നുന്നില്ല. എവിടെയെങ്കിലും ഇരിക്കുന്നതാണ് ഉത്തമം. വയ്യ. ഇവരെ നിങ്ങൾ മുറിച്ച് പകുത്തെടുത്ത് തിന്നോണ്ടേ. സ്വർഗസ്വനായ പിതാവേ, അവിടുന്ന് ഈ ഉള്ളവനെയും കൈവിട്ടു. പരോപകാരവും ദൈവവേലയും ജീവിതവ്രതമാക്കിയ എനിക്ക് ഇതാണോ ഗതി? ഈ നരഭോജികൾക്കിരയായി ഈ ഗുഹയ്ക്കുള്ളിൽ ഒതുങ്ങാനുള്ളതാണോ എൻ്റെ ജന്മം? പിതാവേ, അങ്ങയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഇവനെ കൊല്ലാൻ വരട്ടെ. ഇവനെ കണ്ടിട്ട് ഒരു മര്യാദക്കാരനെ പോലുണ്ട്. ഇവൻ എങ്ങനെ ഇവിടെ കൂടിക്കഴിയാൻ പറ്റുന്നവനാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് മതി കൊല്ലിലും തീനുമൊക്കെ. പൊക്കോളിനെ, ഇവിടെ ആരും നിൽക്കണ്ട. ദൈവത്തിന് സ്തുതി. നീ ആരാണ്? എങ്ങനെ ഇവിടെ വന്നു? ഞാനൊരു ശമാശനാണ്. കാട്ടിൽ കൂട്ടം തെറ്റി വഴിയറിയാതെ വന്നതാ. എന്നെ പോകാൻ അനുവദിക്കണം. ഇവിടെ വരുന്ന ആരെയും തിരികെ വിടാനാകില്ല. നീ എത്ര വിചാരിച്ചാലും ഈ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല. അതിനാൽ ഞാൻ പറയുന്നത് കേൾക്കുക. ഇവിടെ വന്നുപെടുന്നവർക്ക് ഒന്നുകിൽ ഞങ്ങളുടെ ആജ്ഞകളനുസരിച്ച് മര്യാദകൾ പാലിച്ച് ഇവിടെ തന്നെ കഴിയാം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണമാകാം. നിനക്ക് സമ്മതമെങ്കിൽ ഉറങ്ങിയും ഇവിടെ സുഖമായി കഴിയാം. ഒന്നിനും പുറത്തു പോകേണ്ടി വരില്ല. ഈ ദുഷ്ടക്കൂട്ടങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ എൻ്റെ കഥ ഇവിടെ ഇപ്പോൾ അവസാനിക്കും. തൽക്കാലം ജീവൻ രക്ഷിക്കുക തന്നെ. രക്ഷാമാർഗം ദൈവം പിന്നീട് കാണിച്ചു തരാതിരിക്കില്ല. ഇവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ജീവൻ അപായം വരുത്താതെ അങ്ങനെ കാക്കണം. എനിക്ക് അങ്ങേ വിശ്വാസമാണ്. നീ ഒരു നല്ലവനാണെന്നും സമർത്ഥനാണെന്നും എനിക്ക് ബോധ്യമായിരിക്കുന്നു. നിനക്കൊരു പോറലും വരുത്തില്ല. എന്റെ ആജ്ഞകൾക്കപ്പുറം യാതൊന്നും കൂടെ സംഭവിക്കുകയില്ല. നിനക്കിവിടെ സുഖമായി കഴിയാം. തന്നെയുമല്ല, നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. ശിഷ്യത്വമോ? എന്ത് ശിഷ്യത്വം? ഈ കാട്ടുമനുഷ്യൻ എന്തിനായിരിക്കും എനിക്ക് ശിഷ്യത്വം തരിക? മന്ത്രതന്ത്രങ്ങളും ഒടിവിദ്യയും കണ്ടിട്ട് പറയുന്ന മലയരെ കൂട്ടമാണ് ഞങ്ങൾ. ഞാൻ അവരുടെ തലവനും ഇവിടെയുള്ളവരിൽ എന്റെ വംശക്കാരും എന്നെ പോലെ വന്നു ചേർന്ന ചില ജാതീയരുമുണ്ട്. എല്ലാവരും എന്റെ ആജ്ഞാനുവർത്തികമായ ബുദ്ധിയരാണ്. ഇതാണ് നമ്മുടെ വസ്തുതകൾ. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പലപാഠം സഞ്ചരിച്ച് ചില അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പാരിതോഷികങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യാറുണ്ട്. എങ്കിലും നാം ആരാണോ വാസം എവിടെയെന്നും ഇന്നും ലോകർക്ക് അജ്ഞാനമാണ്. ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കേണ്ടതിനാണ് ഇവിടെ വന്നുപെടുന്ന ആരെയും പുറം ലോകം കാണിക്കാറുണ്ട്. നമ്മുടെ സംഘത്തിൽ ചില നരഭോജികളുണ്ട്. എന്നാൽ ഇനി നിന്നെ ഒന്നും ചെയ്യില്ല. ഇവിടുത്തെ മര്യാദകൾ നിനക്കും ബാധകമാണ്. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റണം. എന്ത് നാണം! പരസ്പരം ഒളിക്കാനും മറയ്ക്കാനും ഉള്ളപ്പോഴേ നാണമുള്ളൂ. ഇവിടങ്ങനെ യാതൊന്നുമില്ല.
എന്റെ പിതൃതുല്യനായ അച്ഛന്റെ അടുത്തെത്തണം. ഞാനല്ലാതെ ആരാണ് അദ്ദേഹത്തെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കേണ്ടത്? അതിന്റെ കടമയാണ്. അവനിപ്പോൾ ആ പഴയ സിംഹാസനല്ല, സകല തന്ത്രങ്ങളും കൈവശമാക്കിയ മാന്ത്രികനാണ്. അവൻ വിചാരിച്ചാൽ ഈ പ്രതിബന്ധങ്ങളെല്ലാം മറികടക്കാൻ കഴിയും. നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കാവലുണ്ടാകണം. ഗുഹാവാതിൽക്കൽ ഉറക്കത്തിലും അവനെ നിരീക്ഷിക്കണം. എനിക്ക് എന്റെ ഗുരുനാഥനെ ചതിക്കാൻ മനസ്സില്ല. എന്നാൽ എനിക്ക് പോകണം താനും. പൗലോസേ, ഞാൻ കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താണ് വിഷമം? അത് പറയൂ. എന്താണ് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണോ? അത് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങ് സമ്മതിക്കില്ലല്ലോ. അങ്ങയുടെ അനുവാദമില്ലാതെ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകാനാണ്? അങ്ങേ വിട്ടുപോകാനും എനിക്ക് മടിയാണ്. എന്നാൽ ആരോഗ്യമില്ലാത്ത എന്റെ ബാല്യത്തിൽ എന്നെ എടുത്തു വളർത്തിയ ഒരു അച്ഛനുണ്ട് എനിക്ക്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ആയിരിക്കണമെന്ന ചിന്ത എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. പക്ഷേ എല്ലാം അങ്ങയുടെ കൽപ്പന പോലെ. മനസ്സിലുള്ളത് നീ തുറന്നു പറഞ്ഞതിൽ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. നിന്നെ വിട്ടുപിരിയുന്ന കാര്യം നമുക്ക് സങ്കടമാണ്. നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യവും അങ്ങനെ തന്നെ. ഇവിടെ വരുന്നവരെ വിട്ടയക്കുന്ന പതിവില്ല. ഞാൻ നിന്നെ വിട്ടയച്ചു എന്ന് വരികിൽ ഞാനൊരു അസ്ഥിരചിത്തനാണെന്ന് എന്റെ കൂടെയുള്ളവർ വിചാരിക്കും. അങ്ങക്ക് മാനക്കേട് വരുത്തുന്നതൊന്നും ചെയ്യണ്ട. ഈ ഉള്ളവൻ അതിന് മുതിരുകയുമില്ല. നിനക്ക് നിന്റെ വളർത്തച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായ സ്ഥിതിക്ക് നീ നമ്മയും കാലാന്തരത്തിൽ മറന്നു കളയില്ല എന്ന് നാം വിശ്വസിക്കുന്നു. എന്റെ ജീവനുള്ള കാലത്ത് ഞാൻ അവിടുത്തെ വിസ്മരിക്കുകയോ അവിടുത്തെ കുറിച്ച് എനിക്കുള്ള ഭക്തി ബഹുമാനങ്ങൾക്ക് കുറവ് വരികയോ ചെയ്യുകയില്ല. നിന്റെ മനസ്സുപോലെ ചെയ്യുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു. നാം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ ഇരുന്നേക്കാം. നമ്മുടെ കാവൽക്കാർ അറിയാതെ പോകാൻ നിനക്ക് സാമർത്ഥ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളുക. എന്നാൽ പുറത്താരോടും എന്നെ കുറിച്ചും ഈ സ്ഥലത്തെ കുറിച്ചും ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം. എനിക്ക് വിട തരണം. എന്റെ ജീവിതം എന്നും അങ്ങക്ക് കടപ്പെട്ടിരിക്കും. വിനായക നേരം കഴിഞ്ഞാൽ ഗുഹാവാസികൾ മയക്കമുടില്ല. എന്നെ കാണാൻ ഞാൻ അവർ പിന്നാലെ വരും. ഇനി നടക്കാൻ വയ്യ. ഇത്തിരി വെള്ളം കിട്ടിയില്ല. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരായി പുലർച്ചെ? അമ്മച്ചി, ഞാനൊരു ശമാശനാണ്. കാട്ടിൽ വഴിതെറ്റി കുറേ നടന്നു, വയ്യാതെയായി. ഇച്ചിരി വെള്ളം തരുമോ? ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഇവിടെ ഇരിക്കും, ഞാൻ ഇച്ചിരി വെള്ളം കൊണ്ടുവരാം. കടമറ്റത്തേക്കോ? അവിടേക്കിനി കുറെ സഞ്ചരിക്കണമല്ലോ. അമ്മച്ചി,
വിശന്നിട്ട് വയ്യ. ഇന്നലത്തെ കഞ്ഞി വല്ലതും ഉണ്ടോ? മോനെ, അരി ഇല്ലാത്തോണ്ട് ഇവിടെ ഇന്നലെ കഞ്ഞി വെച്ചിട്ടില്ല. അടുപ്പാണ് കുവഞ്ഞിട്ട് ദിവസങ്ങളായി. അരി എവിടെയും കിട്ടുമോ അമ്മച്ചി ഒന്ന് നോക്കട്ടെ. കിട്ടിയാൽ അമ്മച്ചി ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തരാം. വേണ്ട അമ്മച്ചി, ഇനി അതിനായിട്ട് ആരുടെ മുമ്പിൽ കൈനീട്ടണ്ട. അരി ഒരു മണിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ? ഓ, തട്ടിക്കുടഞ്ഞാൽ 1 or 2 അരിമണി കാണും, അതേ ഉള്ളൂ. ഒന്നായാലും മതി അമ്മച്ചി. അതിങ്ങ് എടുത്തോണ്ട് വാ, ഒരു സൂത്രം കാണിക്കാം. എന്തായി ചെമ്മാശ പിച്ചും പേരും പറയുന്നേ? ഇതെന്തോ ഭ്രാന്താണെന്ന് തോന്നുന്നു. എന്നാ അമ്മച്ചി, വെള്ളം അടുപ്പത്തങ്ങ് വെക്ക. അയ്യോ, എന്തോ ചെമ്മാശ ഈ കാണുന്നേ? ആഹാ, കഞ്ഞി ഇനിയും ബാക്കിയുണ്ടല്ലോ അമ്മച്ചി. പിതാവേ, എന്നെ മനസ്സിലായോ? ഇവിടുത്തെ ദാസനും ശിഷ്യനുമായ പൗലോസാണ് ഞാൻ. എന്റെ കുഞ്ഞ്, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഞാനിന്ന് വഴിതെറ്റി കാറ്റിന്റെ ഗുഹയിൽ പെട്ടുപോയി. ചിലർ എന്നെ തടവിലാക്കി. ഇപ്പോഴാണ് ഞാൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോഴെങ്കിലും തിരിച്ചെത്താൻ സാധിച്ചല്ലോ. ദൈവത്തിന് സ്തുതി. അച്ഛാ, അച്ഛാ, പള്ളി ദേവരായി പിശാചുക്കൾ. എന്തോന്നാ ചാക്കോ നീ പറയുന്നു? വിശ്വസിക്കച്ച, പള്ളി നിറയെ പേടിക്കുന്നു. പിശാചുക്കളെ ഞാൻ മാറ്റിത്തരാം. കപ്പിയെ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഒറ്റയ്ക്കോ? വേണ്ട വേണ്ട വേണ്ട. വാ, എന്റെ ഒപ്പം ഒന്ന് നിന്നാ മതി. മോൻ പോകണ്ട, ഞാൻ പോകാം. എനിക്ക് വല്ലതും പറ്റിയാലും കുഴപ്പമില്ല. വയസ്സേറെയായി. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്ക് ആപത്തൊന്നും പറ്റില്ല. വാ, നമുക്ക് പോയി നോക്കാം. പോകണ്ട. നിങ്ങളിവിടെ എന്തിനു വന്നു? ഇത് ദേവാലയമാണ്. നിങ്ങൾക്ക് കളിക്കാനും പാർക്കാനുമുള്ള സ്ഥലമല്ല. ജീവനോടെ പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങണം. അല്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും. ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. നിന്നെ കൊണ്ടല്ലാതെ ഞങ്ങൾ പോവുകയില്ല. ഇവർ മരിച്ചോ? ഏയ്, വേണമെങ്കിൽ മരിപ്പിക്കാം. വേണ്ട വേണ്ട, ഒഴിവാക്കി തന്നാ മതി.
മകനെ, നീ നിന്റെ ശുശ്രൂഷയ്ക്കായി പോകുകയാണല്ലോ. ഞാൻ ഈ മോതിരം നിന്നെ അണിയിക്കുന്നു. ഞാൻ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയാകുമ്പോൾ ഈ മോതിരം നിന്റെ കയ്യിൽ നിന്നും താഴെ വീണു പോകും. അപ്പോൾ നീ എന്നെ തേടി വരുമല്ലോ, അല്ലേ? വരുമച്ച, തീർച്ചയായും. എനിക്കെന്റെ എല്ലാം അങ്ങാണ്. മകനെ, നീ മിടുക്കനാണ്. എന്നാൽ സഭയുടെ ശുശ്രൂഷകൾ, കൂദാശകൾ എല്ലാം നീ ഭംഗിയായി നിർവഹിക്കണം. എനിക്ക് കിട്ടിയ ഈ പട്ടത്തം ഞാൻ സഭാ മക്കളുടെ അനുഗ്രഹത്തിനായി പൂർത്തിയാക്കും. എന്റെ അറിവുകൾ ഒരിക്കലും ഒരു തിന്മയ്ക്ക് വേണ്ടിയും ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് തരുന്നു. അങ്ങനെ കടമറ്റത്ത് കത്തനാർ നാട് മുഴുവനും അറിയുന്ന ആളായി മാറി. അദ്ദേഹം നാട് മുഴുവനും സഞ്ചരിച്ചു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ സഹായം ചോദിച്ചു വരുമായിരുന്നു. അത്ഭുതങ്ങളിലൂടെ അദ്ദേഹം ഒരുപാട് മനുഷ്യരെ സഹായിച്ചു. രസകരമായ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. യക്ഷിയെ തളച്ച കഥയൊക്കെ ഉണ്ട്. അതൊക്കെ പ്രസിദ്ധമാണ്. അതൊക്കെ മോന് അപ്പച്ചൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അത് അപ്പച്ചൻ പറഞ്ഞു തരാം മോനെ. ഒരിക്കൽ കത്തനാർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മോതിരമൂരി താഴെ വീണു. അയ്യോ, മോതിരം താഴെ വീണു പോയല്ലോ. എന്റെ വലിയച്ഛൻ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഓർത്തഡോക്സ് പള്ളിയിലെ തെക്കേ ഭിത്തിയിൽ കവറടക്കിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ പേർഷ്യൻ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു.